നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയ കേരളത്തിന്റെ കുട്ടിയുടെ പേര് ദീപിനി എന്നാണ്. കീം പരീക്ഷയിൽ 4ാം റാങ്ക് കിട്ടിയ അബ്ബാസ് എന്ന് പറയുന്ന ഞങ്ങൾ കോഴിക്കോട് ജില്ലക്കാരനാണ്. കഴിഞ്ഞ വർഷം നീറ്റ് പരീക്ഷയിൽ 1ാം സ്ഥാനം കിട്ടിയ ആന്റണി സാറിന്റെ ഞങ്ങളുടെ എസ് ഐ സാറിന്റെ മോള് നിങ്ങളെ താമരശ്ശേരിക്ക് തിരുവമ്പാടിക്കാരെത്തിക. ഈ 4 കുട്ടികളും അവരെങ്ങനെ ജയിച്ചു 1ാം റാങ്കിലേക്ക് എത്തിയെന്ന് അവർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ മക്കളെ പഠിപ്പിച്ചോ? അത് നിങ്ങൾ കേൾപ്പിച്ചോ? ഇല്ല. നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഹൈദരാബാദിൽ വിമാനം എങ്ങനെയാ വീണേന്നില്ല പ്രശ്നം, അത് എവിടെയെങ്കിലും വീകട്ടെ. പക്ഷെ നമ്മളെ മക്കൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ബാലപാഠം നിങ്ങൾ എപ്പോഴെങ്കിലും മക്കൾക്ക് പറഞ്ഞു കൊടുത്തോ? ഇല്ലല്ലോ. ഈ മക്കള്, ഈ ദീപിനിയും ഈ അബ്ബാസും ഈ കഴിഞ്ഞ വർഷത്തെ നീറ്റ് പരീക്ഷയിലെ കുട്ടികളെല്ലാം പറഞ്ഞത് ഒരൊറ്റ വർത്തമാന: ഈ മത്സര പരീക്ഷയിൽ ഒന്നാമതെത്താൻ എനിക്ക് കരുത്തേകിയത് എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, ഡോക്ടർ ആവണമെന്നുള്ള സ്വപ്നമുണ്ടായിരുന്നു. മറ്റോ പറഞ്ഞു എനിക്ക് എഞ്ചിനീയർ ആവണമെന്നുള്ള സ്വപ്നമുണ്ടായിരുന്നു. ഗുഗേഷ് പറഞ്ഞു എനിക്ക് ചെസ് കളിക്കാരനാവണമെന്നുള്ള ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന്. നമ്മുടെ മക്കള് എന്തെന്നാ സ്വപ്നം എന്ന് ചോദിച്ചോക്ക്. ഓലെ സ്വപ്നങ്ങളെല്ലാം ഓല് നേടിയെടുത്തിട്ടുണ്ട്. ഓലിക്ക് വലിയൊരു ഐഫോൺ വേണമെന്നായിരുന്നു സ്വപ്നം. ഉപ്പേനെയും ഉമ്മേനെയും നിരന്തരം പുറകെ നടന്ന് നമ്മുടെ മക്കൾ മൊബൈൽ ഫോൺ പിടിച്ചു പറിച്ചില്ലേ? അവർക്ക് സൈക്കിൾ വേണമെന്നായിരുന്നു വാശി. അവർ സൈക്കിൾ നിങ്ങളെ കൊണ്ട് മേടിപ്പിച്ചില്ലേ? സ്കൂളിൽ നിന്ന് യാത്ര പോകണമെന്നുള്ള സ്വപ്നമുള്ള കുട്ടി സ്കൂളിൽ നിന്ന് യാത്ര പോയില്ലേ? ഏതെങ്കിലും കുട്ടി പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് കുറെ പുസ്തകം വായിക്കണം, എനിക്ക് കുറെ ഫുട്ബോൾ കളിക്കണം എന്ന് ഏതെങ്കിലും കുട്ടി പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ ആ കുട്ടിയിൽ ഒരു സ്വപ്നം ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾക്കും എനിക്കും കഴിഞ്ഞില്ല. ആ സ്വപ്നം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തതിന് കാരണം ആ കുട്ടിയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചില്ല എന്നുള്ളതാണ്.